ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹകാലം 3-ാം വാരം ചൊവ്വാഴ്ചയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുക. തിരുസഭാ മാതാവ് നമുക്ക് ഇന്ന് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നലെ നാം ധ്യാനിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും. ക്രിസ്തു 5 അപ്പം 5000 പേർക്കായി വീതിച്ചു നൽകി എന്ന ആ അത്ഭുത വാർത്ത കേട്ടിട്ടാണ് യേശുവിനെ തേടി ഒരു കൂട്ടം ആളുകൾ യേശുവിൻ്റെ അടുക്കിലെത്തുന്നത്. എന്നാൽ അവരോട് താൻ തന്നെയാണ് ജീവൻ്റെ അപ്പമെന്ന് പറയാൻ ശ്രമിക്കുന്ന ക്രിസ്തു. കുറച്ചുകൂടി ആഴമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ക്രിസ്തു 5 അപ്പം 5000 പേർക്ക് വീതിച്ച് നൽകിയതുപോലും താനാണ് ജീവൻ്റെ അപ്പമെന്ന് നമ്മോട് പറയുവാൻ തന്നെയായിരുന്നു. നശ്വരതയുടെ അപ്പകഷ്ണങ്ങൾ തേടി വന്ന ജനം അത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ക്രിസ്തുവിനെതിരെ തിരിയുകയും ക്രിസ്തുവിൻ്റെ വാക്കുകളെയും ക്രിസ്തുവിൻ്റെ അനശ്വരതയുമെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. അവർ അടയാളങ്ങൾ ക്രിസ്തുവിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. ആ ജനം തിരിച്ചറിയാതെ പോയത് ക്രിസ്തു പറഞ്ഞത് ഈ ലോകത്തിലുള്ള അപ്പത്തെക്കുറിച്ചല്ല, പകരം ബാഹ്യമായ ഈ അപ്പകഷ്ണങ്ങൾക്കപ്പുറം ആന്തരികമായി ജീവൻ നിലനിർത്തുന്ന ആ ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യം എന്ന അനശ്വരതയുടെ അപ്പമുണ്ട് എന്നും അവ ഭക്ഷിക്കുന്നവർക്ക് ഈ ലോകത്തിൽ മാത്രമല്ല ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തും നിത്യം നിലനിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സഭയുടെ ചരിത്രത്തിലേക്കൊന്ന് നമ്മൾ കണ്ണോടിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് വർഷങ്ങളോളം ജീവിച്ച ഒരുപാട് പുണ്യ ജീവിതങ്ങളെപ്പറ്റി. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം സാധിക്കാതെ വരുമ്പോൾ നമ്മളിൽ ചിലരെങ്കിലും ഈ ജനക്കൂട്ടത്തെ പോലെ ദൈവത്തെ ചോദ്യം ചെയ്യാറില്ലേ? ദൈവമേ, നീ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ, വേദനകളിൽ, ദുരിതങ്ങളിൽ എവിടെയായിരുന്നു? നീ എന്ത് അടയാളമാണ് ഈ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് നൽകുക? ക്രിസ്തു ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും ജനക്കൂട്ടം നിരത്തുന്നത് പുറപ്പാട് അനുഭവത്തിലെ നശ്വരമായ ചില അപ്പകഷ്ണങ്ങളുടെ കണക്കുകൾ തന്നെയാണ്. തങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എന്ന ചോദ്യത്തിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന യഥാർത്ഥമായ ജീവൻ്റെ അപ്പം ഞാനാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ക്രിസ്തു. അത് മനസ്സിലാക്കാത്ത ഒരു ജനക്കൂട്ടത്തോട് വീണ്ടും ക്രിസ്തു ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല. ഇതിലൂടെ ക്രിസ്തു പ്രഖ്യാപിക്കുക, നശ്വരമായ ഈ ലോകത്ത് ബാഹ്യമായ ആവശ്യങ്ങളുടെയും അപ്പകഷ്ണങ്ങളുടെയും പിറകെ നാം പരക്കം പായുമ്പോഴും അവയ്ക്കൊന്നിനും നമ്മെ സംതൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കാനാവില്ല എന്നുമാണ്. പകരം ഒരു വ്യക്തിക്ക് ബാഹ്യമായ വിശപ്പിനും ദാഹത്തിനും അപ്പുറം ആന്തരികമായ ഒരു വിശപ്പും ദാഹവും ഉണ്ട് എന്നും അത് ശമിപ്പിക്കുവാൻ ക്രിസ്തുവാകുന്ന ആ ദിവ്യകാരുണ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മളൊക്കെയും ആ ആത്മീയമായ വളർച്ചയിലേക്ക്, ആന്തരികമായ ആ ശമനത്തിലേക്ക്, അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ നിത്യജീവനിലേക്ക് വളരുക എന്നുള്ളതാണ്. ക്രിസ്തുവാകുന്ന ആ അടയാളത്തെ തിരിച്ചറിയുകയും പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴമായി ക്രിസ്തുവിനോട് ചേർന്ന് ആന്തരികമായ വിശപ്പും ദാഹവും ശമിപ്പിച്ച് ദിവ്യകാരുണ്യമാകുന്ന ആ നിത്യജീവൻ നൽകുന്ന അപ്പത്തെ യോഗ്യതയോടെ നമുക്കും സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ആമേൻ.